ന്യൂസ് 16 കേരള. ഗാസയിൽ പൂർണ്ണ അധിനിവേശത്തിന് ആഹ്വാനം ചെയ്ത ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ലഗേജ് ഒരു ടെൻഷനാണോ? ഭാരം കൂടി പോയി റീപാക്കിംഗ്? എന്നാ ഇനി ടെൻഷൻ വേണ്ട. നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. എയർ ആൻഡ് സീ കാർഗോ, കൊറിയർ സർവീസ്, റോഡ് ഫ്രൈറ്റിംഗ്. പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. അപ്പോ ഇനി ടെൻഷൻ വേണ്ട. പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. ഗാസയിൽ പൂർണ്ണ അധിനിവേശത്തിന് ആഹ്വാനം ചെയ്ത ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്കുള്ളിൽ നിന്നുള്ള എതിർപ്പുകൾ അവഗണിച്ചാണ് നെതന്യാഹുവിന്റെ നീക്കം. ഗാസ മുൻപ് പൂർണ്ണമായും കൈവശപ്പെടുത്താനുള്ള പദ്ധതിക്ക് മന്ത്രിസഭയുടെ പിന്തുണ തേടുമെന്നും നെതന്യാഹു പറഞ്ഞതായി ഇസ്രായേൽ മന്ത്രിമാർ പറഞ്ഞു. ഇസ്രായേൽ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഗാസയിലെ സൈനിക നടപടികൾ വിപുലീകരിക്കുന്നതിനുള്ള തന്റെ കാഴ്ചപ്പാട് സ്വകാര്യ സംഭാഷണങ്ങളിലാണ് നെതന്യാഹു മന്ത്രിമാർക്ക് മുമ്പാകെ അവതരിപ്പിച്ചത്. ഞങ്ങൾ ഗാസ സമ്പൂർണ്ണ അധിനിവേശത്തിലേക്ക് നീങ്ങുകയാണ്, നെതന്യാഹു പറഞ്ഞതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതിന്റെ ഭാഗമായി ചൊവ്വാഴ്ച സുരക്ഷാ മന്ത്രിസഭാ യോഗം നെതന്യാഹു വിളിച്ചേക്കും. ഗാസയിലെ പൂർണ്ണ അധിനിവേശത്തിന് ഇസ്രായേൽ പ്രതിരോധ സേന എതിർപ്പ് അറിയിച്ചിരുന്നു. ബന്ദികളെ തടവിലാക്കിയിട്ടുണ്ടെന്ന് കരുതുന്ന പ്രദേശങ്ങളിൽ കരസേന പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നത് അവശേഷിക്കുന്നവരുടെ ജീവൻ അപായപ്പെടുത്തുമെന്ന മുന്നറിയിപ്പാണ് IDF നൽകുന്നത്. ബന്ദികൾക്കൊപ്പം സൈനികരുടെ ജീവനും കൂടുതൽ അപകടത്തിലാക്കുന്ന നീക്കമായിരിക്കുമെന്ന മുന്നറിയിപ്പും IDF നൽകിയിട്ടുണ്ട്. ഹമാസിന്റെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നീക്കം ചെയ്യാൻ വർഷങ്ങളെടുക്കുമെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വിലയിരുത്തലെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു. IDF ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീർ സമ്പൂർണ്ണ അധിനിവേശത്തെ എതിർത്താൽ അദ്ദേഹം രാജിവെക്കേണ്ടി വരുമെന്ന് നെതന്യാഹുമായി അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു. ബന്ദികളെ പാർപ്പിച്ചിരിക്കുന്ന പ്രദേശങ്ങളിൽ പോലും ഓപ്പറേഷൻ ഉണ്ടാകും, നെതന്യാഹുവിന്റെ ഓഫീസിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അതേസമയം എല്ലാ ബന്ദികളെയും തിരിച്ചെത്തിക്കണമെന്നും യുദ്ധം അവസാനിപ്പിക്കണമെന്നുമാണ് ആഗ്രഹമെന്ന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രി ഗിദിയോൺ സർ പറഞ്ഞു. പൂർണ്ണ അധിനിവേശം സംബന്ധിച്ച് ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭയിലും ഭിന്നതയുള്ളതായി റിപ്പോർട്ട്. ധനമന്ത്രി ബെസാൽ സ്മോട്രിച്ച്, ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻ ഗ്വിർ, മിലിറ്ററി സെക്രട്ടറി മേജർ ജനറൽ റോമൻ ഗോഫ്മാൻ, ക്യാബിനറ്റ് സെക്രട്ടറി യോസി ഫ്യൂക്സ് തുടങ്ങിയവരാണ് സൈനിക നടപടി വിപുലീകരിക്കുന്നതിനെ പിന്തുണയ്ക്കുന്നവർ. IDF ചീഫ് ഇയാൽ സമീർ, വിദേശകാര്യമന്ത്രി ഗിദിയോൺ സർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സാച്ചി ഹനേഗ്ബി, മൊസാദ് തലവൻ ഡേവിഡ് ബാർണിയ, സൈന്യത്തിന്റെ ബന്ദി വിഷയങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന മേജർ ജനറൽ റിസർവ് നിറ്റ്സാൻ അലോൺ തുടങ്ങിയവർ വെടിനിർത്തൽ ബന്ദി കരാറിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നതിനെ അനുകൂലിക്കുന്നവരാണ്. ഗാസയിലെ സൈനിക നടപടികളിലുള്ള അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനിടെ IDF ചീഫ് ഓഫ് സ്റ്റാഫ് ഇയാൽ സമീർ അമേരിക്കയിലേക്കുള്ള യാത്ര റദ്ദാക്കിയതായും സൈന്യം തിങ്കളാഴ്ച അറിയിച്ചു. ഗാസ മുൻപിൽ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന വ്യവസ്ഥയിലായിരുന്നു ഈ ഹ്രസ്വയാത്രയെന്നും അത് നടപ്പിലാക്കാത്തതിനാൽ അദ്ദേഹം തിങ്കളാഴ്ച രാത്രി യാത്ര തിരിക്കില്ലെന്നും സൈനിക വൃത്തങ്ങൾ പറഞ്ഞു. US സെൻട്രൽ കമാൻഡർ മേധാവിയുടെ ചുമതല കൈമാറുന്ന ചടങ്ങിൽ പങ്കെടുക്കാനും പെന്റഗണിലെ US ഉദ്യോഗസ്ഥന്മാരും ജൂത സംഘടനാ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താനും സമീർ തീരുമാനിച്ചിരുന്നു. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ നെതന്യാഹു സർക്കാരിനുമേൽ സമ്മർദ്ദം ചെലുത്തണമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ഇസ്രായേലിന്റെ മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരുന്നു. ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ മുൻ തലവന്മാരുൾപ്പെടെ 550ഓളം പേർ ചേർന്നാണ് ട്രംപിനെ തുറന്ന കത്തെഴുതിയത്. ഹമാസ് ഇനിയൊരിക്കലും ഇസ്രായേലിന്റെ നിലനിൽപ്പിന് ഭീഷണിയല്ല എന്നാണ് അനുഭവ പരിചയം മുൻനിർത്തിയുള്ള തങ്ങളുടെ വിലയിരുത്തലെന്ന് ഉദ്യോഗസ്ഥർ കത്തിൽ പറയുന്നു. ബലപ്രയോഗത്തിലൂടെ സാധിക്കുമായിരുന്ന 2 യുദ്ധലക്ഷ്യങ്ങളും ഇസ്രായേൽ സൈന്യം കൈവരിച്ചു. ഹമാസിന്റെ സൈനിക ശേഷി ഉന്മൂലനം ചെയ്യുകയും ഭരണ സംവിധാനം തകർക്കുകയും ചെയ്തു. ബന്ദികളെ മടക്കിക്കൊണ്ടുവരിക എന്ന സുപ്രധാന 3-ാം ലക്ഷ്യം കരാറിലൂടെ നേടാൻ കഴിയൂ എന്ന് കത്തിൽ പറയുന്നു. ശേഷിക്കുന്ന ഹമാസുകാരെ വേട്ടയാടുന്നത് അതിനുശേഷവും തുടരാമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. 23-ാം മാസത്തിലേക്ക് കടക്കുന്ന ഗാസയിലെ യുദ്ധം സ്വന്തം സുരക്ഷയും അസ്തിത്വവും നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷണത്തിലേക്കാണ് ഇസ്രായേലിനെ നയിക്കുന്നതെന്ന് ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻ ബേദിന്റെ മുൻ തലവൻ അമി അയലോൺ പറഞ്ഞു. തുടക്കത്തിൽ ഈ യുദ്ധം സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള നീതിപൂർണമായ ഒന്നായിരുന്നു. എന്നാൽ സൈനിക ലക്ഷ്യങ്ങളെല്ലാം നേടിയ ശേഷവും അത് തുടരുന്നത് നീതിയുക്തമല്ല, അയലോൺ പറഞ്ഞു. മൊസാദ് മുൻ തലവനായ താമിർ പർദോ
എഫ്രൈം ഹവേലി, ഡാനി യാദവ്, ഷിൻബേദിന്റെ 5 മുൻ തലവന്മാർ, മുൻ പ്രധാനമന്ത്രി യഹൂദ് ബറാക്ക്, മുൻ പ്രതിരോധ മന്ത്രി മോശെ യാലോൺ തുടങ്ങിയവർ കത്തിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഗാസയിൽ പട്ടിണി ഉൾപ്പെടെ മാനുഷിക പ്രതിസന്ധി രൂക്ഷമായതോടെ അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേൽ പ്രതിക്കൂട്ടിലായിരിക്കെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ തുറന്ന വിമർശനം. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.